ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിന് വേറെ പേരും കൂടി ഉണ്ട്, അതും കൂടി നിങ്ങൾ അവിടെ സൈഡിൽ എഴുതി വെക്കണം. n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ തുകയുടെ ബീജഗണിതമാണ്. അത് സൈഡിൽ എഴുതി വെക്കണം. n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുകയുടെ ബീജഗണിത രൂപമാണ്. അപ്പൊ എക്സാമിന് രണ്ട് രീതിയിൽ ചോദിക്കും. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുക എന്നും ചോദിക്കും, അല്ലെങ്കിൽ തുകയുടെ ബീജഗണിതം എന്നും ചോദിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എഴുതുന്നത് നമ്മൾ വലിച്ചു വാരി എഴുതണ്ട, ജസ്റ്റ് ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇത് ചെയ്തതിന് ശേഷം നമുക്കൊരു സമവാക്യം പഠിക്കാം. തുകയുടെ ബീജഗണിതം അല്ലെങ്കിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണണമെങ്കിൽ പൊതുവ്യത്യാസത്തിന്റെ പകുതി നമുക്കറിയണം. എത്രയാ ഇവിടെ പൊതുവ്യത്യാസം? എത്രയാ പൊതുവ്യത്യാസം? എത്രയാണ്? 4. അപ്പൊ അതിന്റെ പകുതി എത്രയാണ്? 2. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ് കേട്ടോ. പൊതുവ്യത്യാസത്തിന്റെ പകുതി എടുത്തു. ഇനി ആദ്യ പദത്തിലേക്ക് നോക്കുക. ഈ 2നെ 6 ആക്കാൻ ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടേണ്ടി വരും ഇല്ലേ? 2നെ 6 ആക്കാൻ ഏത് സംഖ്യ കൂട്ടണം? 4. ഇത് വെച്ചിട്ടാണ് നമ്മൾ തുകയുടെ ബീജഗണിതം അല്ലെങ്കിൽ n പദങ്ങളുടെ തുക കാണുന്നത്. നോക്കുക, പൊതുവ്യത്യാസത്തിന്റെ പകുതിയോടുകൂടി n² എന്നും കൊടുക്കുക, അടുത്ത സംഖ്യയോടുകൂടി n എന്നും കൊടുക്കുക. ഇതാണ് തുകയുടെ ബീജഗണിതം. അപ്പൊ ഈ 2 എന്താ? നിങ്ങൾ പറഞ്ഞേ, ഈ 2 എന്താ? 2 എന്താ? പൊതുവ്യത്യാസത്തിന്റെ പകുതി. അപ്പൊ നമുക്ക് എഴുതാം എന്ത്? d/2 എന്ന് എഴുതാം. ഇതല്ലേ പൊതുവ്യത്യാസത്തിന്റെ പകുതി? അതിന്റെ കൂടെ n² വന്നു പ്ലസ് ഈ 4 എന്ന് പറഞ്ഞാല് ഈ 6ന്ന് ഈ 2 കുറച്ചതല്ലേ? 6ന്ന് 2 കുറച്ചത്. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? x1 - d/2n എന്ന് എഴുതാം. അപ്പൊ തുകയുടെ ബീജഗണിതം അല്ലെങ്കിൽ n പദങ്ങളുടെ തുക കാണാനുള്ള സമവാക്യതാണ് d/2n² പ്ലസ് x1 - d/2n. d/2n² പ്ലസ് x1 - d/2n. ഇത് എഴുതി വെക്കണം, അതുപോലെ തന്നെ കാണാതെ പഠിക്കണം. മീൻസ് മനസ്സിലാക്കി വെക്കണം. d/2n² പ്ലസ് x1 - d/2n. d/2n² പ്ലസ് x1 - d/2n. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, നമ്മൾ എഴുതിയ ശ്രേണി 6, 10, 14 പറഞ്ഞേ. d/2 പറഞ്ഞേ. d/2 എത്രയാ? d/2 ഇപ്പൊ നമ്മൾ എന്ത് എഴുതണം? 2n² എന്ന് എഴുതണം. അടുത്തത് പ്ലസ് x1 - d/2. ആദ്യ പദത്തിന്ന് ഈ 2 കുറക്കണം. ആദ്യ പദം എത്രയാ? 6. അതിൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 4. ആൻസർ കിട്ടും. ഓക്കെ, എഴുതി വെച്ചോളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് തുകയുടെ ബീജഗണിതം അല്ലെങ്കിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഓക്കെ, അടുത്ത ചോദ്യം. 4, 10, 16. 4, 10, 16 എന്ന സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം കാണുക. എന്ന സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം കാണുക.
എന്ന സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം കാണുക. അതിൽ രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? തുകയുടെ ബീജഗണിതം കിട്ടിക്കഴിഞ്ഞാൽ തുക കാണാൻ നല്ല സുഖമാണ്. നമ്മള് 10-ാം പദം 20-ാം പദം ഒന്നും കാണണ്ട, ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ആദ്യം എങ്ങനെ ബീജഗണിതം എന്ന് നോക്കുക. ഓക്കെ, ഞാൻ ഒരാളോട് ചോദിക്കാം. ജിൻസ ഒന്ന് മൈക്കോൺ ചെയ്തേ. 131. ഹലോ സാർ. ഓക്കെ, തുകയുടെ ബീജഗണിതം കാണാനുള്ള സമവാക്യം ഒന്നും പറയണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി. ആദ്യം എന്തെടുക്കണം? തുകയുടെ ബീജഗണിതം കാണണമെങ്കിൽ പകുതി എടുക്കണം. എത്രയാ പൊതുവ്യത്യാസം? എത്രയാ അവിടെ? 6. അപ്പൊ അതിന്റെ പകുതി എത്രയാ? 3. അപ്പൊ ഇവിടെ 3n² എന്ന് വരും. ഇനി 3-നെ എന്ത് ചെയ്താൽ 4 ആകും? 3-നെ എന്ത് ചെയ്താൽ 4 ആകും? 3-നെ എന്ത് ചെയ്താൽ 4 ആക്കാൻ പറ്റും? 1 കൂട്ടിയാൽ 1 കൂട്ടുക. അപ്പൊ +1, അതിന്റെ കൂടെ എന്ത് വരണം? n എന്ന് വരണം. അപ്പൊ 3n² പ്ലസ് 1n എന്ന് കിട്ടും. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇനി അടുത്ത ചോദ്യം, ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര എന്നാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെ കാണും? ഇത് വെച്ചിട്ട് എങ്ങനെ കാണും എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് മൈക്കോൺ ചെയ്ത് പറഞ്ഞേ. തെറ്റാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല, ഒന്ന് മൈക്കോൺ ചെയ്ത് പറ. n-ന് 10 കൊടുക്ക. വെരി ഗുഡ്, വെരി ഗുഡ്. n-ന് 10 എന്ന് കൊടുത്താൽ മതി. അതായത് 10 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ s10 ആണ്, മനസ്സിലാക്കിയ. അപ്പൊ n-ന്റെ സ്ഥാനത്ത് വന്നു. അപ്പൊ 3² സാർ കേൾക്കണില്ല. ഹലോ ഹലോ സാറേ. സാർ കേൾക്കണില്ല. സാർ കേൾക്കണില്ല. ഹലോ സാറേ. സാറേ
ഒരു മിനിറ്റ് മക്കളെ, ഇവിടെ നല്ല മഴയായിട്ട് റേഞ്ചിന്റെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ അത് കണക്ഷൻ ഔട്ട് ആയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് തുകയുടെ ബീജഗണിതം കാണാന് പൊതുവ്യത്യാസത്തിന്റെ പകുതി d/2 n² പ്ലസ് x1 മൈനസ് d/2 എന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യന് മൂന്ന് 7 11 എന്ന സമാന്തര ശ്രേണിയുടെ 3 7 11 എന്ന സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം എഴുതുക. തുകയുടെ ബീജഗണിത രൂപം എഴുതുക. തുകയുടെ ബീജഗണിത രൂപം എഴുതുക. തുകയുടെ ബീജഗണിത രൂപം എഴുതുക. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ഹിബാഷറിൻ 112. ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഹിബാഷറിൻ 112. ആയിഷ മിൻഹ KK 107. ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഹലോ സർ. ഒന്ന് പറഞ്ഞേ, എങ്ങനെയാണ് തുകയുടെ ബീജഗണിതം കാണുക? പൊതുവ്യത്യാസത്തിന്റെ പകുതി എടുത്തുകൊണ്ട്. ഓക്കെ, പൊതുവ്യത്യാസത്തിന്റെ പകുതി എത്ര അവിടെ? 2. അപ്പോ 2 n². പൊതുവ്യത്യാസത്തിന്റെ പകുതി 2 ആണ്. അതിന്റെ കൂടെ n² കൂടി കൊടുക്കുക. 2 n². 2നെ 3 ആക്കാൻ എന്ത് ചെയ്യണം? 1 പ്ലസ് ചെയ്യണം. അപ്പോ 1 n. ഇനി എങ്ങനെയാ 20 പദങ്ങളുടെ തുക കാണുക എന്ന് പറഞ്ഞേ? S20 = 2 × 20² പ്ലസ് 1 × 20. ഓക്കെ, അപ്പോ 20ന്റെ സ്ക്വയർ 400. അപ്പൊ 2 × 400 എത്രയാ? 800. 800. 1 × 20 20. അപ്പൊ എത്ര വരും? 820. 820. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി വെക്കുക കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ആക്കാത്തവരുടെ പേര് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവസാനം എന്ത് ചെയ്യും, നിങ്ങൾക്കുള്ള വർക്ക് ഞാൻ തരും. മൈക്ക് ഓൺ ആക്കാത്തവർക്ക് അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്താ ചെയ്യുക, മൈക്ക് ഓൺ ആക്കുക. അറിയില്ലെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് തുകയുടെ ബീജഗണിതം കിട്ടി. SN. നമ്മളെ സമാന്തര ശ്രേണീന്റെ ബീജഗണിതവും പഠിച്ചിക്കണ്, ഇപ്പൊ തുകന്റെ ബീജഗണിതവും പഠിച്ചു. രണ്ടും തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാല് രണ്ടും തമ്മിലുള്ള മാറ്റം
തുകയുടെ കൂടെ n സ്ക്വയറും n ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. നോക്കി നോക്കി, 2n സ്ക്വയർ പ്ലസ് 1n. എന്നാല് ശ്രേണീന്റെ ബീജഗണിതം അതിന്റെ കൂടെ n മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ സംഖ്യന്റെ കൂടെയോ അവസാനത്തെ സംഖ്യ ഏതിന്റെയെങ്കിലും ഒന്നിന്റെ കൂടെ n ഉണ്ടാവും. അങ്ങനെയാണ് മനസ്സിലാക്കുക. തുക എന്ന് പറയുമ്പോ n സ്ക്വയർ ഉണ്ടാവും, മറ്റേതാവുമ്പോ ഒരു n മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കുക, n സ്ക്വയർ സാധാരണ സംഖ്യന്റെ സ്ക്വയർ ഒക്കെ വലിയ സംഖ്യ അല്ലേ, 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, വലിയ സംഖ്യ. അപ്പൊ വലുത് കിട്ടുന്ന എപ്പോഴും തുക കാണുമ്പോഴാ. അപ്പൊ ആ തുകന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? n സ്ക്വയർ ഉണ്ടാകും. ഇനി നോക്കുക, ഇവിടെ n സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ശ്രേണി എഴുതാം? നോക്കിയേ, 2n സ്ക്വയർ പ്ലസ് 1n. ഇതിന്ന് 3, 7, 11 എന്ന് പറഞ്ഞ ശ്രേണി നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ 3, 7, 11 ഇപ്പൊ നമ്മുടെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ടോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതില്ല, ഇത് മാത്രമേ ഉള്ളൂ. ശ്രേണി എഴുതാൻ പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇത് തമ്മിൽ കൂട്ടിയാൽ ആദ്യ പദം കിട്ടും നമുക്കറിയില്ലേ. അപ്പൊ 2ഉം 1ഉം, അതായത് ഇവിടെ കൂട്ടൽ എന്ന ചിഹ്നമായത് കൊണ്ട് നമ്മൾ കൂട്ടി കൊടുക്കുക. 2ഉം 1ഉം കൂട്ടിയാൽ 3. പിന്നെ നമ്മള് n സ്ക്വയറിന്റെ കൂടെ നമ്മൾ എഴുതിയത് പൊതുവ്യത്യാസത്തിന്റെ പകുതി അല്ലേയിരുന്നോ? നമ്മൾ ആദ്യം മുതലേ എടുത്ത എന്താണ്? n സ്ക്വയറിന്റെ കൂടെ, അതായത് പൊതുവ്യത്യാസത്തിന്റെ പകുതി എഴുതിയിട്ടാണ് നമ്മൾ n സ്ക്വയർ എഴുതിയത്. അപ്പൊ നമുക്ക് പറയാം 2 എന്ന് പറഞ്ഞാൽ അവിടെ പൊതുവ്യത്യാസത്തിന്റെ പകുതിയാണ്. അപ്പൊ പൊതുവ്യത്യാസം 4 ആകും. അപ്പൊ 3ലേക്ക് 4 കൂട്ടിയാൽ 7, 7ലേക്ക് 4 കൂട്ടിയാൽ 11, ഇങ്ങനെ പോകും. അപ്പൊ എന്നാലൊരു ചോദ്യം നോക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ എഴുതുക. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം, ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 3n സ്ക്വയർ പ്ലസ് 2n, 3n സ്ക്വയർ പ്ലസ് 2n. ശ്രേണി എഴുതുക എന്നാണ് ചോദ്യം. ശ്രേണി എഴുതുക എന്നാണ് ചോദ്യം. സാർ ക്വസ്റ്റ്യൻ ഒന്ന് പാടെ പറയോ? ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 3n സ്ക്വയർ പ്ലസ് 2n. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 3n സ്ക്വയർ പ്ലസ് 2n. ശ്രേണി എഴുതുക. അതായത് ആദ്യപദം പൊതുവ്യത്യാസം കിട്ടിയ ശ്രേണി എഴുതാൻ പറ്റും. ശ്രേണി എഴുതുക. ഞാൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. അഞ്ജലി പി ഒന്ന് മൈക്കോൺ ചെയ്തേ. നമ്പർ 102, അഞ്ജലി പി. ഹലോ 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 സർ. യെസ്. ഇവിടെ ആദ്യ പദം, അതായത് ശ്രേണി തുടങ്ങുന്ന സംഖ്യ എങ്ങനെയാ കണ്ടുപിടിക്കുക? ശ്രേണി ഏതാണ് ആദ്യ പദം? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ, ഒരു പ്രശ്നവുമില്ല. പൊതുവ്യത്യാസമല്ല ഞാൻ ചോദിച്ചത്, ആദ്യ പദം. ആദ്യ പദം ഈ 3n സ്ക്വയർ പ്ലസ് 2n എന്നതിൽ നിന്നും ആദ്യ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും. ഞാൻ വേറെ ആളോട് ചോദിക്കാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 3 പിന്നെ ഓക്കെ, നിഹാന ഒന്ന് പറഞ്ഞേ. 122, നിഹാന 122. മൈക്കോൺ ചെയ്ത് നിഹാന. ഇല്ല. ഓക്കെ, ഇവിടെ നമ്പർ വീഴുന്നുണ്ട് കേട്ടോ നിങ്ങളത്. ഓക്കെ, നിത 121. നിത ഒന്ന് മൈക്കോൺ ചെയ്തേ. 121 നിത. ഹലോ ഹലോ സർ. പറഞ്ഞേ. ഇത് വരുന്നത് എങ്ങനെയാ? 3n സ്ക്വയർ പ്ലസ് 2n. ഇവിടുന്ന് ആദ്യ പദം എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ പറഞ്ഞില്ലേ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അറിയില്ല സർ. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. അറിയുന്ന ഒരാളൊന്ന് മൈക്കോൺ ചെയ്തേ. അറിയുന്ന ഒരാള്. ഹലോ സർ. വൃന്ദ പറ. ഹലോ സർ. യെസ്, പറഞ്ഞോളൂ പറഞ്ഞോളൂ, എല്ലാരും പറഞ്ഞോളൂ.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോളൂ. അപ്പം കിട്ടാത്തവർ ശ്രദ്ധിക്കുക. ഇതിൽ വന്നത് എഴുതുക. എങ്ങനെയാ വന്നത്? n ഒഴിവാക്കിയിട്ട് എഴുതുക. 3+2 എന്നാണ് വന്നത്. ഈ സാധനത്തിന് n ഒഴിവാക്കിയിട്ട് എഴുതിയാൽ 3+2 = 5 എന്ന് കിട്ടും. അപ്പൊ സമാന്തര ശ്രേണി തുടങ്ങേണ്ടത് 5 കൊണ്ട്. ആദ്യ പദം കിട്ടി. ഇനി നോക്കുക, നമ്മള് പൊതുവ്യത്യാസം, അതായത് നമ്മള് പൊതുവ്യത്യാസത്തിന്റെ പകുതി കണ്ടിരുന്നു. എന്നിട്ട് അതിന്റെ കൂടെ എന്താ കൊടുത്തത്? n² കൊടുത്തു. അപ്പൊ ഇവിടെ പൊതുവ്യത്യാസം എന്തായിരിക്കും? പൊതുവ്യത്യാസം 6. ഓക്കെ, പൊതുവ്യത്യാസം എന്തായിരിക്കും? 6 ആയിരിക്കും. കാരണം 6ന്റെ പകുതി 3 ആണ് നമ്മൾ ഇവിടെ കൊടുത്തത്. അപ്പൊ നമുക്ക് പൊതുവ്യത്യാസം 6ലേക്ക് 6 കൂട്ടിയാൽ 11, വീണ്ടും 6 കൂട്ടിയാൽ 17. ഇതാണ് ശ്രേണി. ഓക്കെ ആണോ? എഴുതി വെച്ചോളൂ. ആദ്യ പദം എങ്ങനെയാണ്? 3+2 = 5. d = 3ന്റെ ഇരട്ടി. അങ്ങനെ തന്നെ എഴുതിക്കോളൂ കേട്ടോ. ഇവിടെ 3 × 2 എന്ന് എഴുതിയാൽ ഈ 2 വിചാരിച്ചു. 3ന്റെ ഇരട്ടി = 6. അടുത്ത ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം. 4n² - 3n. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 4n² - 3n. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ആദ്യം ആദ്യ പദം കാണണം. ആരാ പറയാ? ഒന്ന് ആരെങ്കിലും ഒരാൾ മൈക്കോൺ ആക്കിയിട്ട് പറഞ്ഞേ. ആദ്യ പദം ഒന്നാണ്. എങ്ങനെ കിട്ടിയെന്ന് പറയണം. 4 - 3. 4 - 3. n ഒഴിവാക്കി എഴുതി. അപ്പൊ 1 എന്ന് കിട്ടി. ഇനി പൊതുവ്യത്യാസം എത്രയായിരിക്കും? എന്തിന്റെ ഇരട്ടി ആയിരിക്കും? 4ന്റെ ഇരട്ടി. ഓക്കെ, 4ന്റെ ഇരട്ടി ആയിരിക്കും 8 എന്ന് കിട്ടും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോളൂ. ഒരു ചോദ്യം കൂടി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n² - n. 2n² - n. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n - n. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുക. ആദ്യ പദം പറഞ്ഞേ. ആദ്യ പദം പറഞ്ഞോളൂ. 2 - 1. അതായത്
ഇതിനെ എങ്ങനെ എഴുതാം? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എഴുതുക. 2n² മൈനസ് 1n ആണത്. 2n² മൈനസ് n എന്ന് പറഞ്ഞാൽ 2n² മൈനസ് 1n ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആദ്യ പദം 2 - 1 = 1. ഇനി പൊതുവ്യത്യാസം പറഞ്ഞേ, സിമ്പിൾ ആയിട്ട് കിട്ടും. പറഞ്ഞേ. 4 ആ 2ന്റെ ഇരട്ടി. ഇരട്ടി 4. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, നേരിട്ട് പദങ്ങളുടെ തുക കാണാൻ. ഇപ്പൊ 25 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 25ാം പദം കണ്ടിട്ട് നമ്മൾ തുക കാണാനുള്ള സമവാക്യത്തിൽ കൊടുത്തിട്ട് എഴുതാം. രണ്ടാമത്തെ ടൈപ്പ് ഏതായിരുന്നു? ബീജഗണിത രൂപം എഴുതിയിട്ട് തുക കാണാൻ. അതിൽപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ എഴുതിയത്. ബീജഗണിത രൂപം കിട്ടിയാൽ എങ്ങനെ ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാം. ഈ 3 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം നിങ്ങൾക്ക് എത്ര എണ്ണാണോ വീട്ടിൽ നിന്ന് എഴുതാൻ കഴിയുന്നത് അത്രയും നിങ്ങൾ എഴുതി പഠിക്കണത്. മാക്സിമം എഴുതാൻ കഴിയുന്ന അത്ര നിങ്ങൾ ഈ ചോദ്യങ്ങൾ എഴുതി പഠിക്കണം. പബ്ലിക് എക്സാമിന് 4 മാർക്കിന്റെ ഒരു ചോദ്യം ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഉറപ്പാണ്. ഇപ്പൊ പറഞ്ഞ 3 ഭാഗങ്ങളിൽ നിന്നും. ഏത്? ഒരു സമാന്തര ശ്രേണിയുടെ തുക എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു 10 പദങ്ങളുടെ തുക കാണുക എന്ന് പറഞ്ഞാൽ 10ാം പദം കണ്ടിട്ട് തുക കാണുന്ന രീതി. 2, തുകയുടെ ബീജഗണിത രൂപം എഴുതുക എന്നിട്ട് തുക കാണാൻ ചോദിക്കുന്ന രണ്ടാമത്തെ രീതി. 3ാമത്തത്, തുകയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക തന്നാൽ എന്ത് കാണാന്? ആദ്യ പദവും പൊതുവ്യത്യാസവും കാണുന്ന രീതി. ഈ 3 രീതിയിൽ നിന്നും ഏതെങ്കിലും ഒരു രീതി പബ്ലിക് എക്സാമിന് ചോദിക്കും. 4 മാർക്കിന് ഉറപ്പാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി ഇത്രയാണ് പാടുള്ളത്. എന്നാൽ ഈ തുകയുമായി ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് ലോജിക്കലി നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ എക്സാമിന് ചോദ്യങ്ങൾ വരലുണ്ട്. ഓക്കെ, നമ്മൾ ഒന്ന് നോക്കുക. ഒരു ചോദ്യം നോക്കിക്കോളൂ കേട്ടോ. 2, 6, 10 എഴുതിക്കോളൂ. 2, 6, 10 എന്ന സമാന്തര ശ്രേണിയുടെ 2, 6, 10 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ഒന്നാമത്തെ ചോദ്യം കേട്ടോ. 2, 6, 10 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. രണ്ടാമത്തെ ചോദ്യം, ഇരുപത്, 24, 28. 20, 24, 28 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം മാത്രം എടുക്കുക കേട്ടോ. 2, 6, 10 ആദ്യ പദം 2, പൊതുവ്യത്യാസം 4. നമുക്ക് ഏത് രീതിയിലും കാണാം. ഏത്? തുകയുടെ ബീജഗണിതം എഴുതിയിട്ട് 20 പദങ്ങളുടെ തുക നമുക്ക് കാണാം. അതല്ല, 20ാം പദം കണ്ടിട്ട് നമുക്ക് 20 പദങ്ങളുടെ തുക കാണാം. നമ്മൾ പറഞ്ഞ ഏത് രീതിയിലും നമുക്ക് ഈ സമാന്തര ശ്രേണിന്റെ തുക കാണാം. 2, 6, 10 അതിന് 2 മാർക്കാണുള്ളത്. അതേ ഒരു ചോദ്യമാണ് 20, 24, 28 ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. ഇതിന് 1 മാർക്കും ഉള്ളത്. അങ്ങനെ 3 മാർക്കിന്റെ ഒരു ചോദ്യം. അപ്പൊ ഇത് ചെയ്യുന്ന അതേ പണി തന്നെയല്ലേ ഇത് ചെയ്യാനുള്ളത്. പിന്നെന്താ ഇതിന് 1 മാർക്ക്? അപ്പോ ഒന്നാമത്തെ ഉത്തരം കണ്ടുപിടിച്ചാൽ അതിൽ നിന്നും നമുക്ക് രണ്ടാമത്തെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നാമത്തെ ഉത്തരം കണ്ടുപിടിച്ചാൽ അതിൽ നിന്നും നമുക്ക് രണ്ടാമത്തെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് രണ്ടാമത്തതിന് 1 മാർക്ക്. അപ്പൊ ഒന്നാമത്തെ ഉത്തരം നോക്കുക. നമ്മൾ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക എന്ന ചോദ്യം ഞാനിപ്പോ തുകയുടെ ബീജഗണിതം വെച്ചിട്ടാണ് എഴുതുന്നത്. നോക്കുക. SN സമം ആദ്യം എന്ത് എഴുതണം? തുകയുടെ ബീജഗണിതം. പൊതുവ്യത്യാസത്തിന്റെ പകുതി എഴുതണ്ടേ? എത്ര അവിടെ പൊതുവ്യത്യാസം? 4. അപ്പൊ എന്ത് എഴുതണം? ഞാൻ എന്ത് എഴുതണം? 2. 2n². ഈ 2ലേക്ക് എന്തെങ്കിലും കൂട്ടണോ ആദ്യ പദം കിട്ടാന്? 2ലേക്ക് എന്തെങ്കിലും കൂട്ടണോ ആദ്യ പദം കിട്ടാന്?
വേണ്ട. അപ്പൊ നമുക്ക് ഇവിടെ 0n എന്ന് എഴുതാം. പക്ഷെ 0n എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമല്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതി വെച്ചാൽ മതി? 2n² എന്ന് എഴുതി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 20 പദങ്ങളുടെ തുക എത്രയാണ്? പറഞ്ഞേ, 20 പദങ്ങളുടെ തുക എത്രയാണ്? എന്ത് ചെയ്യണം? ആ എത്രയാണ്? 4. 4ഓ? 2 സ്ക്വയർ. എത്ര 20ന്റെ സ്ക്വയർ? 400. 4 × 2 എത്രയാ? 800. നമുക്ക് കിട്ടി. അപ്പോ ആദ്യത്തെ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക നമ്മൾ എങ്ങനെയാ കണ്ടത്? ബീജഗണിത രൂപം കണ്ടു. തുകയുടെ ബീജഗണിത രൂപം കണ്ടിട്ട് നമ്മൾ തുക കണ്ടു. അപ്പോ ഇവിടെ 0 ആണെങ്കിൽ പിന്നെ 0 എന്നിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, ഇത്ര എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് 800 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഞാൻ അത് എഴുതുകയാണ്. ഈ സമാന്തര ശ്രേണിയുടെ തുക എത്രയാണ്? 800 ആണ് എന്ന് കിട്ടി. തുക സമം 800. ഇനി അടുത്ത നോക്കുക കേട്ടോ. 20 പദങ്ങളാണുള്ളത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് രണ്ടാമത്തെ ശ്രേണിയുടെ തുക കാണുക എന്നുള്ളതാണ്. എത്രയാണ്? 20, 24, 28 ഇങ്ങനെയാണ്. ഇത് തമ്മിലൊരു ബന്ധം എന്താ വെച്ചാല് ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 18. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 18. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 18. അപ്പൊ നോക്കിയേ, ഇവിടെ 20 പദങ്ങൾ ഉണ്ടെങ്കിൽ 20 18ന്റെ വ്യത്യാസം വരൂലേ? അപ്പൊ 20 18 എത്രയാ? 20 × 18 സമം 360. 20 × 18 എത്രയാണ്? 360. അപ്പൊ പറഞ്ഞേ, ആദ്യത്തെ തുകയേക്കാൾ എത്ര കൂടുതലായിരിക്കും രണ്ടാമത്തെ തുക? 360 കൂടുതലായിരിക്കും. കാരണം നോക്കിയേ, ആദ്യത്തെ പദത്തിനെക്കാട്ടി 18 കൂടുതൽ, രണ്ടാമത്തെ പദത്തിനെക്കാട്ടി 18 കൂടുതൽ, മൂന്നാമത്തെ പദത്തിനെക്കാട്ടി 18 കൂടുതൽ. അപ്പൊ 20 18 കൂടുതലായിരിക്കും. ആദ്യത്തെ സമാന്തര ശ്രേണി വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ സമാന്തര ശ്രേണി 20 18 കൂടുതലായിരിക്കും. അപ്പൊ 20 18 എന്ന് പറഞ്ഞാൽ എത്രയാ? 360. അപ്പൊ 360 കൂടുതലാവെന്ന് പറഞ്ഞാൽ 1160 എന്ന് രണ്ടാമത്തെ ശ്രേണിയുടെ തുക കിട്ടും. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി, പദങ്ങളുടെ വ്യത്യാസം എല്ലാത്തിലും തുല്യാണോ, അല്ലെങ്കിൽ ആദ്യത്തെ പദത്തിനേക്കാൾ ആദ്യത്തെ പദങ്ങൾ 2 6 10 ഈ ശ്രേണി ഇങ്ങനെ എഴുതി പോയാൽ അതിനേക്കാളൊക്കെ 18 കൂടുതലാണ് രണ്ടാമത്തെ ശ്രേണിയിൽ നമുക്ക് കിട്ടുന്നത്. 2-നേക്കാൾ 18 കൂടി 20, 6-നേക്കാൾ 18 കൂടി 24, 10-നേക്കാൾ 18 കൂടി 28. എത്ര പദങ്ങളാ? 20 പദങ്ങളാണുള്ളത്. അപ്പൊ 20 പദങ്ങളുടെ അല്ലെങ്കിൽ 20 18ന്റെ വ്യത്യാസം ഉണ്ടാവുക. 20 18 എന്ന് പറഞ്ഞാൽ 360. അപ്പൊ ആദ്യത്തെ ശ്രേണിയുടെ തുക 800 ആണെങ്കിൽ അതിനേക്കാൾ എത്ര കൂടുതൽ ഉണ്ടാകും? 360 കൂടുതൽ ഉണ്ടാകും രണ്ടാമത്തത്. അപ്പൊ എത്ര വരും? 1160 ആയിരിക്കും രണ്ടാമത്തെ ശ്രേണിയുടെ തുക എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതിന്റെ ആൻസർ എഴുതുക നിങ്ങള്. 2 6 10 എന്ന സമാന്തര ശ്രേണിയുടെ തുക അത് എഴുതണം ആദ്യം. 2 6 10 എന്ന സമാന്തര ശ്രേണിയുടെ തുക SN എഴുതുക ആദ്യം. SN സമം 2n². എങ്ങനെ എഴുതിയത് നമുക്ക് അറിയണം കേട്ടോ. അപ്പൊ S20 സമം 2 × 20² സമം 800. രണ്ട് × 20² സമം 800. ഇനി നോക്കുക, രണ്ടാമത്തെ ശ്രേണി ഏതാ? 20 24 28 അല്ലേ? എന്താ എഴുതേണ്ടത്? ഒന്നാമത്തെ ശ്രേണിയിലെയും രണ്ടാമത്തെ ശ്രേണിയിലെയും പദങ്ങൾ, അല്ലെങ്കിൽ ഒന്നാമത്തെ ശ്രേണിയിലെ പദങ്ങളെക്കാൾ 18 കൂടുതലാണ് രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങൾ. ഒന്നാമത്തെ ശ്രേണിയിലെ പദങ്ങളെക്കാൾ 18 കൂടുതലാണ് രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങൾ. ഒന്നാമത്തെ ശ്രേണിയിലെ പദങ്ങളെക്കാൾ 18 കൂടുതലാണ് രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 20 പദങ്ങളാകുമ്പോൾ അധികമായി വരുന്നത് 20 × 18.
20 പദങ്ങളാകുമ്പോൾ അധികമായി വരുന്നത് 20 × 18 സമം 360. 20 പദങ്ങളാകുമ്പോൾ അധികമായി വരുന്നത് 20 × 18 സമം 360. എന്നിട്ട് എന്ത് എഴുതാം? രണ്ടാമത്തെ ശ്രേണിയുടെ തുക സമം 800 + 360. 800 ആദ്യത്തെ ശ്രേണിന്റെ തുകയാണ് കേട്ടോ. 800 + 360 സമം 1160. ഇത് നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചാൽ മതി. എക്സാമിന് ഇങ്ങനെ ഒന്നും എഴുതണ്ട കേട്ടോ. എക്സാമിന് ഓരോന്നിന്റെ വ്യത്യാസം നോക്കുക, ഗുണിക്കുക, കൂട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. രണ്ടാമത്തെ ചോദ്യം 15, 19, 23. 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, ഇതിന്റെ SN എന്താ വരിക? ഞാൻ ചോദിക്കുന്നവർ പറയാട്ടോ. സഹൽ ഒന്ന് പറഞ്ഞേ. 132. സഹൽ 132. ഇല്ല. സന ഫർവിൻ ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. 125 നമ്പർ സന ഫർവിൻ. ഇതിന്റെ തുകയുടെ ബീജഗണിതം എങ്ങനെയാ കാണുക? SN എങ്ങനെയാ കണ്ടുപിടിക്കുക? പറ. ഇതുവരെ പറഞ്ഞത് അതാണ്, SN എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പറസന. ഒരു സമവാക്യം എഴുതുന്നു ഞാൻ. SN സമം D/2. അത് വായിച്ചേ. SN സമം D/2 × n² + x1 - D/2 × n. അത് വെച്ചിട്ടൊന്ന് പറഞ്ഞേ SN എങ്ങനെയാ കാണുക? SN സമം ഇവിടെ പൊതുവ്യത്യാസം എത്രയാ? 6, 10, 14 എന്ന സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എത്രയാണ്? 4. അപ്പൊ D/2 എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്ത് വരും? 2. 2n². 2n². 2നെ എന്ത് കാണിച്ചാൽ 6 ആവാം? കൂട്ടുകയാണോ കുറക്കുകയാണോ? 2ലേക്ക് കൂട്ടിയാലാണോ 6 കിട്ടുക, കുറച്ചാലാണോ 6 കിട്ടുക? എത്ര കൂട്ടിയാല്? 2ലേക്ക് 4 കൂട്ടിയാൽ 6. ഓക്കെ, അപ്പോ 2n² + 4n. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇനി ഇവിടെ 10 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞത്. പറഞ്ഞ എങ്ങനെയാ കാണുക? 10 പദങ്ങളുടെ തുക എങ്ങനെയാ കാണുക? പറഞ്ഞ ആരെങ്കിലും ഒരാള്. 2 × 10². പിന്നെ 4 × 10 40. അപ്പോ 200, 40, 240 എന്ന് കിട്ടി. ഓക്കെ, ഇത് വെച്ചിട്ട് രണ്ടാമത്തെ ശ്രേണി ഏതാ? 15, 19, 23 എന്ന ശ്രേണിയിലെ 10 പദങ്ങളുടെ തുക കാണണം. എത്ര കൂടുതലാണ്? ഓരോ പദങ്ങൾ എത്ര കൂടുതലാണ് നോക്കി. 9.
9 കൂടുതൽ. അപ്പൊ 10 പദങ്ങളാകുമ്പോ എത്ര 9 കൂടുതൽ ഉണ്ടാകും? 10 into 10 into 9 സമം 90. അപ്പൊ ഒന്നാമത്തെ ശ്രേണിയേക്കാൾ എത്ര കൂടുതലായിരിക്കും രണ്ടാമത്തെ ശ്രേണി? ഒന്നാമത്തെ ശ്രേണിയിലെ തുക 240. അതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും രണ്ടാമത്തെ ശ്രേണിയിലെ 10 പദങ്ങളുടെ തുക? ആരെങ്കിലും പറഞ്ഞേ? 90 കൂടുതലായിരിക്കും. അപ്പൊ 240ഉം 90ഉം 330 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇങ്ങനെ ചില ചോദ്യങ്ങളും ഈ ഭാഗത്തുനിന്ന് വരലുണ്ട്. ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ് ഞാൻ തരുന്നത്. പേജ് നമ്പർ 35, 36. പേജ് നമ്പർ 35, 36 മുഴുവൻ ക്വസ്റ്റ്യനുകളും 9 ക്വസ്റ്റ്യൻ ഉണ്ട്. മുഴുവൻ ക്വസ്റ്റ്യനുകളും നിങ്ങൾ ചോദ്യവും എഴുതണം, ഉത്തരവും എഴുതണം.